ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പറഞ്ഞത്? വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? പാർട്ടിക്കിൾസിനൊരു വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷനിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഡി ബ്രോഗ്ലി ആയിരുന്നു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഓരോ പാർട്ടിക്കിളിനുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇനിയും അഡീഷണൽ പ്രോബ്ലംസ് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള പ്രോബ്ലംസ് ട്രൈ ചെയ്യണം. ഓക്കെ, അത് 4 ഇക്വേഷൻസ് ഉണ്ട്. ആ 4 ഏതാണെന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊപ്പോസൽ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പെരിമെന്റൽ കൺഫർമേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ്? പാർട്ടിക്കിൾ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡിസർട്ടേഷൻ പ്രസന്റേഷനിൽ ഒരു പ്രൊപ്പോസൽ ആയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു സംഭവം ചെയ്തത് അല്ലെ, ഈ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നത് അല്ലെ. അതിനുശേഷം പിന്നെന്താണ്? പിന്നെ ഇത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സാധാരണ ഡിഫ്രാക്ഷൻ നമുക്കറിയാം അല്ലെ. നോർമൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് പിന്നെ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലെ? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കും. ഒപ്റ്റിക്സിനകത്ത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ ഒരു ഡയഗ്രാം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഒറ്റ സ്ലിറ്റേ ഉള്ളൂ. ആ സ്ലിറ്റിന്റെ വിഡ്ത്ത് എ ആണെന്ന് എഴുതുക. ലെറ്റ് സ്മാൾ ലെറ്റർ എ ബി ദി വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. ഓക്കെ, അതുപോലെ അതിലേക്ക് നമ്മളൊരു ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ നമ്മൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഒരു ചെറിയ സ്ലിറ്റ് അതിനുള്ളിലേക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഷാഡോ അനലൈസ് ചെയ്യുക. അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ഷാഡോ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? അതിനൊരു സെൻട്രൽ മാക്സിമം ഉണ്ട്, പിന്നെ അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്? സെക്കൻഡറി മാക്സിമാസ് ഉണ്ട് അല്ലെ. അപ്പം അത്തരത്തിൽ അവിടെ മിനിമക്കുള്ള കണ്ടീഷൻ ഇതാണ്: എൻ ലാംഡ ഈക്വൽ ടു എ സൈൻ തീറ്റ. എൻ ലാംഡ ഈക്വൽ ടു എ സൈൻ തീറ്റ. ഇത് ഞാൻ ഒപ്റ്റിക്സിനകത്തെ ഫോർമുലയാണ് ഈ പറയുന്നത്. ഓക്കെ, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ നടത്തുമ്പോഴുള്ള കണ്ടീഷൻ ആണത് അല്ലെ. എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? ആ സ്ലിറ്റിന്റെ വിഡ്ത്ത് അല്ലെ. അതുപോലെ എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. എൻ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര വരും. ലാംഡ എന്താണ്? അവിടെ വേവ് ലെങ്ത് ആണ് അല്ലെ. ഇതെന്താണ്? ദ ഡിഫ്രാക്ഷൻ മിനിമ അല്ലെ. കണ്ടീഷൻ ഫോർ ഡിഫ്രാക്ഷൻ മിനിമ ഓൺ ദി എയ്തർ സൈഡ്സ് ഓഫ് ദി സെൻട്രൽ മാക്സിമ അല്ലെ. ആ സിംഗിൾ സെറ്റ് എന്ന് വരുന്ന ഇമേജിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സെൻട്രൽ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് നിന്നുണ്ടാവും കുറെ മിനിമാസ് ഉണ്ടാവും അല്ലെ. ബ്രൈറ്റ്നെസ് കുറഞ്ഞ ഡാർക്ക് സോൺസ് ഉണ്ടാവും അല്ലെ. അതിനുള്ള ലൊക്കേഷൻസിനുള്ള കണ്ടീഷനാണത് അല്ലെ. എൻ ലാംഡ ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡി ബ്രോഗ്ലി വേവ്സ് ഫസ്റ്റ് വെരിഫൈ ചെയ്തത് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ വെച്ചിട്ടാ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. എക്സ്റേ ഡിഫ്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലെ. പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? എക്സ്റേ ഡിഫ്രാക്ഷൻ പഠിച്ചു. അതിനകത്ത് എന്താ ചെയ്തേ? നമ്മൾ ക്രിസ്റ്റൽസ്, ആറ്റോമിക് ക്രിസ്റ്റൽസ് നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ ലേയേഴ്സ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ ബിഹേവ് ചെയ്തു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ്റേസ് ഇൻസിഡന്റ് ചെയ്തു. അതിന്റെ 2 ലെയർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ പിന്നെ എൻ ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നുള്ള ഫോർമുലയൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ പാറ്റേൺസും നമുക്കറിയാം. ഓക്കെ, അതിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പിന്നെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോണിന്റെ ഒരു ബീമിനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആക്സിലറേറ്റ് ചെയ്തു അല്ലെ. എ ബീം ഓഫ് ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ആവും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഇലക്ട്രോൺ ആക്സിലറേറ്റ് ആവും. ഓക്കെ, അപ്പം അത് അവർക്ക് അച്ചീവ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെൽറ്റ വി ആയിരിക്കും അല്ലെ. വെൻ ഇലക്ട്രോൺസ് ഹാവിംഗ് ചാർജ് ഇ ആർ put to a potential delta V, then the kinetic energy achieved will be K equal to E delta V അല്ലെ. ഇനി അവിടെ അവർ ഒബ്റ്റെയിൻ ചെയ്യുന്ന മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? √2mk ആയിരിക്കും അല്ലെ. മൊമെന്റം √2mk ആയിരിക്കും അല്ലെ. ഇതെന്താണ്? നോൺ റിലേറ്റിവിസ്റ്റിക് കേസാ മൊമെന്റം √2mk ആവുന്നത് അല്ലെ. നമ്മൾ K equal to p²/2 എന്നുള്ള ഫോർമുലയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തതാണ്. ഇത് നമ്മൾ പഠിച്ചാണ് മുമ്പ് അല്ലെ. അപ്പം ദേ ഹാവ് കൈനറ്റിക് എനർജി E delta V and മൊമെന്റം √2mk അല്ലെ. ഇനി according to de Broglie hypothesis, the wavelength of these electrons is given by lambda equal to h/p ആണ്. p ഇവിടെ എന്താണ്? √2mk ആണ് അല്ലേ. അപ്പം ഇതാണെന്ത്? അവരുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ.
ഈ പറഞ്ഞ ഇലക്ട്രോൺസിന്റെ അല്ലേ. ഇനി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ക്രിസ്റ്റലിനെ സ്ട്രൈക്ക് ചെയ്യും അല്ലെ, ക്രിസ്റ്റലിനെ സ്ട്രൈക്ക് ചെയ്യും. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് പെർഫെക്റ്റ് പാക്കിംഗ് ഓഫ് ആറ്റംസ് ഉണ്ടാവും അല്ലെ. ക്രിസ്റ്റൽസിനകത്ത് നമ്മൾ FCC BCC എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഈ പിന്നെ സോളിഡ് സ്റ്റേറ്റിനകത്ത്. അതുപോലെ എന്താണ് ഇവിടെ ഈ ക്രിസ്റ്റൽസിനകത്ത് ആറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ആറ്റോമിക് ലെയേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും അല്ലെ. അവര് സ്കാറ്റർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുക ചെയ്തത് അല്ലെ. അതെന്തായിരുന്നു, നമുക്ക് മുമ്പേ കഴിഞ്ഞ പിന്നെ ചാപ്റ്ററിനകത്ത് കിട്ടിയ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ അതുപോലെ തന്നെയായിരുന്നു. അത് തന്നെയല്ല, പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ നടത്തുന്നതെങ്കിൽ, അത് എക്സ്റേ ഡിഫ്രാക്ഷൻ ആയിക്കോട്ടെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ആയിക്കോട്ടെ, എക്സ്റേ ഡിഫ്രാക്ഷൻ നടത്തിയാലും ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ നടത്തിയാലും പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണെങ്കിൽ ഡിഫ്രാക്ഷൻ റിങ്സ് ഉണ്ടാവുക. ഓക്കെ, എന്താ ഡിഫ്രാക്ഷൻ റിങ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നടുക്കൊരു ബ്രൈറ്റ് ഉണ്ടാവും, പിന്നെ ചുറ്റും റിങ്സ് ആയിട്ട് ഉണ്ടാവുക, ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എക്സ്റേ ഡിഫ്രാക്ഷനും അതുപോലെ ഈ പറഞ്ഞ എന്താണ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷനും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഞാനിവിടെ തന്നിട്ടുണ്ട്. രണ്ടും എന്താണ്, എക്സാക്ട് സെയിം ആണ് അല്ലെ. അവരുടെ പാറ്റേൺസിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് അല്ലെ. അപ്പം ഈ ഒരു ഇൻവെൻഷന് അല്ലെ, ഈ പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പിന്നെ ഇലക്ട്രോണിന് വെച്ചിട്ടുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്റ്റെയിൻ ചെയ്തതിന് GP തോംസൺ എന്ന് പറഞ്ഞാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. 1937 GP തോംസൺ എന്ന് പറഞ്ഞാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഷെയ്ഡാണ്. ഓക്കെ, വേറെ കിട്ടിയത് ഡേവിസൺ എന്ന് പറഞ്ഞാക്കാണ്. അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഈ GP തോംസണെ നമുക്കറിയാം, ആരാണത്, നമ്മുടെ JJ തോംസന്റെ മകനാണ്. ഓക്കെ, അപ്പൊ അതിലൊരു ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉണ്ടായില്ലേ അല്ലെ. ഏകദേശം 1906 ഞാൻ തോന്നുന്നു JJ തോംസൺ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ, അതിനെ കണ്ടുപിടിച്ച ആരാണ്, JJ തോംസൺ. നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹത്തിന്റെ മകനാണ് ആര്, GP തോംസൺ. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്, തൻ്റെ ഫാദർ കണ്ടുപിടിച്ച ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ JJ തോംസൺ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ നേച്ചർ കണ്ടതിന് എന്ത് കിട്ടി, അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടി. അതുപോലെ GP തോംസൺ എന്തായി, ആ പാർട്ടിക്കിളിനെ തന്നെ വേവ് നേച്ചർ കണ്ടെത്തിയതിന് എന്ത് കിട്ടി, നൊബേൽ പ്രൈസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പഠിക്കാനുള്ളത്. അതാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്. ഡേവിസൺ എന്ന് പറഞ്ഞത് ഒരാളാണ്, ജെർമർ വേറൊരാളാണ്. ഓക്കെ, ക്ലിന്റൺ ഡേവിസൺ അതുപോലെ ലെസ്റ്റർ ജെർമർ എന്ന് പറഞ്ഞ രണ്ട് പേര് തമ്മിൽ കണ്ടെത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിനെയാണ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ടൈറ്റിൽ ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ സിലബസിലൊക്കെ അങ്ങനെ ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെ ഉണ്ടായിരുന്നു. ഇത് ഈ ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി അവരെന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഡേവിസൺ ആൻഡ് ജെർമർ എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, അവര് പിന്നെ ഈ നിക്കൽ ക്രിസ്റ്റൽസ് എന്നുള്ള ഇലക്ട്രോൺസിന്റെ റിഫ്ലക്ഷൻ പരിശോധിക്കുകയായിരുന്നു. ഓക്കെ, അവര് ഓരോ എക്സ്പെരിമെന്റ് നടത്തുമല്ലോ, അത്തരത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന എന്തായിരുന്നു, ദേ വർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ റിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീംസ് ഫ്രം നിക്കൽ ക്രിസ്റ്റൽസ്. നിക്കലിന്റെ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇലക്ട്രോൺസിന്റെ റിഫ്ലക്ഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നു അല്ലെ, അതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുമായിരുന്നു. ഓക്കെ, ആ ഒരു അപ്പാരറ്റസിന്റെ ഡയഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, അത് വരച്ചെടുക്കുക. അതിനുശേഷം വരുന്നത് ഞാൻ പറയുന്ന ഡയഗ്രാംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ വരച്ചെടുക്കണം കേട്ടോ, ഞാനിനി അഥവാ പറയാൻ വിട്ടുപോയാലും. ഓക്കെ, ഇനി അവിടെ എന്താണ്, എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഹീറ്റഡ് ഫിലമെന്റ് F ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ΔV. ഓക്കെ, ആ F എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിലമെന്റ് ആണ്, ഒരു ഹീറ്റഡ് ഫിലമെന്റ് ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് വരുന്നുണ്ട് അല്ലെ. ആ വരുന്ന ഇലക്ട്രോൺസിനെ ഒരു V പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആക്സിലറേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു അപ്പേർച്ചറിലൂടെ അവർ പാസ് ചെയ്തിട്ട് നിക്കൽ ക്രിസ്റ്റലിൽ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, നിക്കൽ ക്രിസ്റ്റലിൽ അവരെന്ത് ചെയ്യുന്നു, അവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ആർ സ്കാറ്റേർഡ് ഫ്രം ദ ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽ അല്ലെ. ആ നിക്കൽ ക്രിസ്റ്റലിനകത്തുള്ള ആറ്റംസിനെ തട്ടി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി ആ സ്കാറ്റർ ചെയ്ത ഇലക്ട്രോൺസ് നേരെ പോകുന്ന എങ്ങോട്ടാണ്, ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ആ ഡിറ്റക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 0 to 90 ഡിഗ്രി നമുക്ക് അതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. നമ്മളെ സ്പെക്ട്രോമീറ്റർ ഒക്കെ നമ്മൾ ശരിക്കാറില്ലേ, അതുപോലെ ഒരു 0 to 90 ഡിഗ്രി ആ ഡിറ്റക്ടറിന്റെ ആംഗിൾ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിറ്റക്ടർ എന്താ ഡിറ്റക്ട് ചെയ്യുന്നത്, അവിടെ ഇന്റൻസിറ്റി ഓഫ് ദി സ്കാറ്റേർഡ് ബീംസ്. ഓക്കെ, അപ്പം
ഈ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തതിനു ശേഷം ഡിറ്റക്ടറിൽ വന്ന് തട്ടുന്നു അല്ലെ. ഡിറ്റക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? 0 മുതൽ 90 ഡിഗ്രി വരെ അതിനെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ, പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെയോ ഡിറ്റക്ടർ അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ബീം ഈസ് മെഷേർഡ് അല്ലെ. ഇനി അതിന്റെ ഒരു റിസൾട്ടും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്ത ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ റിസൾട്ടിന്റെ അകത്ത് അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഒബ്സർവേഷൻ ഇതായിരുന്നു. അവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 54 വോൾട്ട് ആണെങ്കിൽ, വെൻ വി ഈക്വൽ ടു 54 വോൾട്ട്, അവിടെ ഡിറ്റക്ടർ നമ്മൾ 50 ഡിഗ്രിയിൽ വെക്കുകയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അവിടെ ഹൈ ഇൻറ്റൻസ് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ നിക്കൽ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റിനകത്ത് പൊട്ടൻഷ്യൽ 54 വോൾട്ടും അതുപോലെ അവിടെ ഡിറ്റക്ടറിന്റെ ആംഗിള് 50 ഡിഗ്രിയും വെക്കുമ്പോൾ അവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ഇൻസിഡന്റ് ബീമും അതുപോലെ ഡിറ്റക്ടറും തമ്മിലുള്ള ആംഗിളാണിത് തീറ്റ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് ബീമും മുകളിൽ വരുന്ന എഫ് എന്ന്, അതും ഡിറ്റക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ ആംഗിള് എത്രയാണെങ്കിൽ 50 ആണെങ്കിൽ, അതുപോലെ വോൾട്ടേജ് 54 ആണെങ്കിൽ ഇന്റൻസിറ്റി മാക്സിമം ആയിട്ട് ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ഒബ്സർവേഷൻ എങ്ങനെയാണ് നമ്മുടെ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഒരു പ്രൊപ്പോസൽ കൺഫേം ചെയ്തതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇതിൽ നടക്കുന്ന പ്രോസസ് ആദ്യം പറയാം. എന്താണ്? ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽസ് ആക്ട് ആസ് സ്കാറ്ററേഴ്സ് അല്ലെ. നിക്കൽ ക്രിസ്റ്റലിനകത്തുള്ള ആറ്റംസ് എന്ത് ചെയ്യും? സ്കാറ്ററിംഗ് സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. ആറ്റംസ് ഇൻ ദ നിക്കൽ ക്രിസ്റ്റൽ ആക്ട് ആസ് സ്കാറ്ററേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ സ്കാറ്റർ ചെയ്യുന്ന സെന്ററുകളായിട്ട് അവർ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വിൽ ഇന്റർഫിയർ. അതെന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു അവർക്കൊരു വേവ് നാച്ചർ ഉണ്ട് എന്ന്. ഇലക്ട്രോൺസ് ആണ് സ്കാറ്റർ ചെയ്യുന്നത്, പക്ഷെ അവർക്കൊരു വേവ് നാച്ചർ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? രണ്ട് സ്ഥലത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്ത സ്കാറ്റർ ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. ഓക്കെ, ഇനി അവിടെ ക്രിസ്റ്റൽ എന്ന് പറയുന്നതാണ് വളരെ പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ലേയേഴ്സ് ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ അത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെ ബിഹേവ് ചെയ്യുന്നു. എക്സ്റേ ഡിഫ്രാക്ഷനിൽ വേവ്സ് വന്നിട്ട് ഇതേപോലെ ഡിഫ്രാക്ഷൻ നടത്തിയിരുന്നു. ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ആണ് വേവ്സിന് പകരം വരുന്നത് അല്ലെ. അവരെന്താണ്? ഈ ഗ്രേറ്റിംഗ് പോലെയുള്ള ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പോലെയുള്ള നിക്കൽ ക്രിസ്റ്റലിൽ ഹിറ്റ് ചെയ്യുന്നു അല്ലെ. ഇനി അവിടെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഈ വരുന്ന ഇലക്ട്രോൺസിന് ഭയങ്കര എനർജി ഇല്ല അല്ലെ. ഇലക്ട്രോൺസ് എനർജി ഈസ് ലോ. അതുകൊണ്ട് അവിടെ അത് പെനട്രേറ്റ് ചെയ്യുന്നില്ല അല്ലെ. ദ ഇലക്ട്രോൺസ് വിൽ നോട്ട് പെനട്രേറ്റ് ത്രൂ ദ ക്രിസ്റ്റൽ ബിക്കോസ് ദേ ഹാവ് ലോ എനർജി അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിറ്റക്ടറിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി നോക്കുക, അവിടെ നമ്മൾ ആ റോസ് ആറ്റംസിന്റെ റോസ് നമ്മളുടെ സ്പേസിംഗ് ഡി ആണെന്ന് എഴുതുക. Okay, if D, small letter D is the spacing between the rows of atom, then the potential difference between adjacent rays, അതായത് രണ്ട് സ്ഥലത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്ത റേസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, പാത്ത് ഡിഫറൻസ്. നമ്മളത് എക്സ്റേ ഡിഫ്രാക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടും D sin theta എന്നുള്ളത് അല്ലെ. ആൻഡ് the condition for diffraction patterns D sin theta should be an integral multiple of lambda അല്ലെ. where n എന്താണ്? order number of maxima അല്ലെ. order number of maxima. lambda is the wavelength. പിന്നെ D എന്ന് പറയുന്നതാണ് ആ ലേയേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. തീറ്റ നമുക്ക് ഡിറ്റക്ടറിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അവിടെ ആ അഡ്ജസന്റ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താണ്? D sin theta ആണ്. അപ്പൊ കണ്ടീഷൻ ഫോർ മാക്സിമ എന്താണ്? D sin theta equal to n lambda ആണ്. ഓക്കെ, ഇനി ഇത് കിട്ടിയവർക്ക് ഇനി നിക്കലിന്റെ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പെരിമെന്റലി ദ സെപ്പറേഷൻ ബിറ്റ്വീൻ atomic layers of nickel is given by 0.215 നാനോമീറ്റർ. നിക്കൽ ക്രിസ്റ്റലിന്റെ കേസിൽ സെപ്പറേഷൻ എത്രയാണ്? 0.215 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി അവിടെ നമ്മൾ തീറ്റ ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, ദിസ് കറസ്പോണ്ട് ടു ദ ഫസ്റ്റ് ഓർഡർ പീക്ക് അല്ലെ. അവിടെ ആംഗിൾ 50 ഡിഗ്രിയിലല്ലേ മാക്സിമം കിട്ടുന്നത്. ആ ആംഗിൾ 50 ഡിഗ്രി കിട്ടുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ പീക്കിനാണ്. ദാറ്റ് മീൻസ് n ഈക്വൽ ടു 1. n എന്താണ്? ഓർഡർ നമ്പർ ആണ്, ഫസ്റ്റ് ഓർഡർ ആണെന്ത്? n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അല്ലെ. ദ ആംഗിൾ തീറ്റ ഈക്വൽ ടു 50 ഡിഗ്രി കറസ്പോണ്ട് ടു ദ ഫസ്റ്റ് ഓർഡർ പീക്ക് അല്ലെ. അത് പ്രകാരം നമ്മൾ ഈ ഒരു വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വെച്ചാൽ n ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞതാണ് 1 ഇൻറ്റു ലാംഡ.
പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു ഡി സൈൻ തീറ്റ അല്ലെ 0.215 നാനോമീറ്റർ ഇൻറ്റു സൈൻ 50 ഡിഗ്രി അല്ലേ. ദാറ്റ് മീൻസ് ലാംഡ ഈക്വൽ ടു എത്ര കിട്ടും 0.165 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ഇത് പ്രകാരം അവരുടെ എക്സ്പെരിമെന്റ് പ്രകാരം എന്ത് കിട്ടും ലാംഡ ഈക്വൽ ടു 0.165 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ഇനി നമുക്കറിയാം ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് പ്രകാരം എന്താണ് അവിടെ ആ ഇലക്ട്രോൺസ് എന്താണ് ദേ ആർ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡെൽറ്റ വി അല്ലെ. ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ 54 വോൾട്ട് ആണ്. 54 വോൾട്ടിലല്ലേ മാക്സിമം കിട്ടി. അപ്പൊ അവരെന്ത് ചെയ്തു ഇലക്ട്രോൺസിനെ 54 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് എന്ത് ചെയ്തു ആക്സിലറേറ്റ് ചെയ്തു അല്ലെ. ഇപ്പൊ ശ്രദ്ധിക്കുക എന്താണ് ഇതെന്താണ് അതിന്റെ അർത്ഥം ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ 54 വോൾട്ട്. അവിടെ ഇലക്ട്രോൺസ് പോവാണ്. അവരുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. എങ്ങനെ പഠിച്ചിട്ടില്ലേ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ് അല്ലെ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ് അല്ലെ. ഇനി നമുക്ക് അവിടെ എന്ത് കാട്ടാം ആ പി കാണാം. പി എന്തായിരുന്നു √2mk. കാരണം എന്താണ് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണ്. ഇനി ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഷോർട്ട് കട്ട് ടെക്സ്റ്റിനകത്ത് ഉപയോഗിച്ചതിന് ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാണ്. നോക്കാം ഇവിടെ പി ഈക്വൽ ടു ഇവിടെ ഞാനൊരു 1/c കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ റൂട്ടിനകത്ത് എന്ത് ചെയ്യണം ഒരു c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനൊരു മാറ്റമില്ല, ഇത് രണ്ടും സെയിം അല്ലേ. ഇത് √2mk, ഇത് 1/c × √2mc²k. c² പുറത്ത് കിട്ടാൽ c കട്ട് ചെയ്ത് പോകും. എന്തുകൊണ്ട് അടുത്തെന്ന് അറിയോ ഇത് ആരാണ് ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോണിന്റെ എനർജി എന്താണ് mc² അല്ലെ. ഇനി ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ് mc² അല്ലെ. അതെന്താണ് m 9.1 × 10⁻31 c 3 × 10⁸8 എന്നിട്ട് എന്ത് ചെയ്യുക അതിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കുക. ഓക്കെ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1.6 × 10⁻19. അപ്പൊ നമുക്ക് എനർജി എന്ത് കിട്ടും ജൂളിൽ കിട്ടും അല്ലെ. അത് എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ കേസിൽ എത്രയാണ് 0.511 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു സാധനം കൂടിയാണ് കേട്ടോ. ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത് 0.511 MeV ആണ്. സോറി 0.511 MeV മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ അപ്പൊ നമുക്കിത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ അപ്പൊ എന്താണ് 1/c × √2 × mc² എന്ന് പറഞ്ഞാൽ എന്താണ് 0.511 MeV അല്ലെ. എന്ത് കൊടുക്കാം 0.511 MeV × അല്ലെ. കെ എന്ന് പറയുന്നത് എത്രയാണ് കെ എന്ന് പറയുന്നത് ഇ ഡെൽറ്റ വി അല്ലെ. പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി എന്താണ് ഇ ഡെൽറ്റ വി അല്ലേ. അപ്പൊ എന്ത് കൊടുക്കാം ഇ × ഡെൽറ്റ വി എത്ര 54 വോൾട്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ 54 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുക്കാം. ഓക്കെ ഇ ഡെൽറ്റ വി അല്ലേ. അപ്പൊ 54 × ഇ വോൾട്ട് അല്ലെ. അപ്പം 54 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുക്കാം അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അത് കിട്ടും എത്രയാണ് പി ഈക്വൽ ടു 1/c അതുപോലെ നിർത്താം 1/c × 7430 ഇലക്ട്രോൺ വോൾട്ട് കിട്ടുക കേട്ടോ. ചെയ്തു നോക്കുക കേട്ടോ. 7430 ഇലക്ട്രോൺ വോൾട്ട് ആണ് കിട്ടുക. ഇനി നമുക്ക് എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് പി കിട്ടിയ അല്ലെ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെ നമ്മൾ കാണുക ഇതിൽ നമുക്ക് പി സി കണ്ടുകൂടെ. പി സി ഈക്വൽ ടു 7430 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കണ്ടുകൂടെ അല്ലെ. ആ ഇക്വേഷനകത്ത് പി സി കണ്ടുകൂടെ അല്ലെ. അത് കിട്ടും. എന്തിനാ ഞാൻ കണ്ടേ കാരണം ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ് അല്ലെ. ഇത് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ എന്ത് കിട്ടും ലാംഡ ഈക്വൽ ടു HC/PC എന്ന് കിട്ടും അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഒരു വാല്യൂ നമ്മൾ മുമ്പേ കണ്ടെത്തിയിരുന്നു അല്ലെ. ഈ HCന്റെ വാല്യൂ നമ്മൾ ഈ ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്ററിൽ കണ്ടെത്തിയിരുന്നു. ഒന്ന് മറിച്ച് നോക്കുക 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഇത് എത്ര കിട്ടിയ പി സി എത്ര കിട്ടിയ 7430 ഇലക്ട്രോൺ വോൾട്ട് അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോൺ വോൾട്ടും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എന്ത് ആൻസർ ലാംഡ ഈക്വൽ ടു 0.167 നാനോമീറ്റർ എന്ന് കിട്ടും. ഇതെന്താ സാധനം ഇതാണ് സാധനം അല്ലേ. അപ്പൊ നോക്കൂ ഇത് എന്താ അഷ്വർ ചെയ്യുന്നു ഇലക്ട്രോണിന്റെ പാർട്ടിക്കിൾ നേച്ചർ അഷ്വർ ചെയ്യുന്നു അല്ലെ. അവിടെ കിട്ടിയ നമ്മുടെ വേവ് ലെങ്ത് എന്ത് വെച്ചിട്ട് നമ്മുടെ ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വെച്ചിട്ട് കിട്ടിയ വേവ് ലെങ്ത്തും
ഇവിടെ നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ട് എച്ച് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനുള്ള ഫോർമുലേഷനാണ് അല്ലേ. അത് വെച്ചിട്ട് പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് കണ്ടപ്പോഴും ഡി ബ്രോഗ്ലി വേവ് കണ്ടപ്പോഴും എന്താണ് എക്സാക്ട് വാല്യൂസ് ആണ് കിട്ടിയത്. ഇതാണ് എന്ത് നമ്മുടെ എക്സ്പെരിമെന്റ് കൺഫർമേഷൻ. ഇനി ഇവിടെ നിങ്ങൾ കൂടുതൽ കാൽക്കുലേഷനിൽ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട, ഞാനിത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ജൂളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ലാംഡ കാണാം, എങ്ങനെ വേണേലും കാണാം. ഇതാണെങ്കിൽ കുറച്ചുകൂടി ഒരു കൺവീനിയന്റ് ആയിട്ടുള്ളത്. അവിടെ പ്രത്യേകം നമ്മൾ നോക്കാനുള്ളത് എച്ച് സിന്റെ വാല്യൂ, അത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് എപ്പോഴും. എച്ച് സിന്റെ വാല്യൂ എത്രയാണ് 1240 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ. അത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് സിന്റെ ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്ററിലുള്ള വാല്യൂ 1240 ആണ്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഇടാം, അതും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതാണെന്ത് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്, അതുപോലെ പാർട്ടിക്കിൾ ഡിഫ്രാക്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പും അതിൻ്റെ ഒബ്സർവേഷൻസും ഒക്കെ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.